ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈമറി ഇൻഡെക്സ് ആണ്. നമ്മൾ ഇൻഡെക്സിങ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രൈമറി ഇൻഡെക്സ് ആണ്. ഓക്കെ, സോ പ്രൈമറി ഇൻഡെക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെക്കോർഡ്സ് ഇതാണ് നമ്മുടെ പ്രൈമറി ഇൻഡെക്സ്. കണ്ടോ? അപ്പം പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഇൻഡെക്സ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫയലിൻ്റെ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേറ്റ ഫയൽ എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഫയൽ. ഓക്കെ, അപ്പോൾ ഈ ഫയലിനകത്ത് കുറേ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ കണ്ടൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫയലിൻ്റെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് ഫയലിൻ്റെയാണോ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ആക്ച്വൽ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഫയൽ. അപ്പോൾ അതിന് വിളിക്കുന്ന പേരെന്തായിരിക്കും? ഒബ്വിയസ്ലി അത് ഡേറ്റ ഫയലായിരിക്കും അല്ലേ? സോ ഇതാണ് നമ്മുടെ ഡേറ്റ ഫയൽ. ആ ഡേറ്റയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഇൻഡെക്സ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്? ഇൻഡെക്സ് ഫയൽ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് രണ്ട് സ്ട്രക്ചേഴ്സാണ് ഇവിടെ ഉള്ളത്, ഡേറ്റ ഫയലും ഇൻഡെക്സ് ഫയലും. ഓക്കെ, ഇനി നമ്മൾ പല ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് ഉണ്ട്. അപ്പോൾ സിംഗിൾ ലെവലിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു കീ പാരാമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്കായിട്ട് വരുന്ന ഒരു വാല്യൂ അതിനെടുത്ത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ കീ പാരാമീറ്ററായിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിക്കേ, സീരിയൽ നമ്പർ 1 to 1000 വരെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസും യുണീക്കാണ് നമ്മുടെ ഡേറ്റ ഫയലിൽ പോയി നോക്കുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ നമ്മളുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മുടെ കീ പാരാമീറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്തു. എന്തിനാണ്? സീരിയൽ നമ്പറിനെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഫയലിനെ, ഡേറ്റ ഫയലിനെ നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ ഡിസ്കിനകത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ബ്ലോക്സിനകത്താണ് ഈ ഫയലിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റെക്കോർഡ്, അതായത് നമ്മുടെ ഓരോ റെക്കോർഡ് നോക്കി, ഈ ഓരോ റോസിനും വിളിക്കുന്ന പേരാണ് റെക്കോർഡെന്ന്. ഓക്കെ, സോ ഇത് നമ്മുടെ റെക്കോർഡാണ്. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് എത്ര റെക്കോർഡ്സ് ഉണ്ട്? 3 റെക്കോർഡ്സ് ഉണ്ട് അല്ലേ? ഇതേപോലെ പല പല ബ്ലോക്സിലായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫുൾ ഡേറ്റ ഫയൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ. ഓക്കെ, നമ്മുടെ ഡിസ്കിനകത്ത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞാൽ പ്രൈമറി ഫയൽ അല്ലെങ്കിൽ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു പെക്യൂലാരിറ്റി ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ഫയലായിരിക്കും. ഓക്കെ, അതായത് ഇവിടുത്തെ റെക്കോർഡ്സ് എല്ലാം എന്തായിരിക്കും? ഓർഡേർഡ് കളക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഇവിടുത്തെ സീരിയൽ നമ്പറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ സീരിയൽ നമ്പർ ഒരിക്കലും ക്ലംസിയായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? സീരിയൽ നമ്പറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ എപ്പോഴും ഒരു പ്രൈമറി ഇൻഡെക്സിനകത്തുള്ള ഡേറ്റ ഫയൽ എപ്പോഴും എന്തായിരിക്കണം? ഓർഡേർഡ് ആയിരിക്കണം. ഓക്കെ, അതിനകത്ത് 2 ഫീൽഡാണ്. ഇനി നമ്മൾ ആ ഒരു റെക്കോർഡിനെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആ ഡേറ്റ ഫയലിന് നമ്മളൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡെക്സിന് 2 ഫീൽഡുകളുണ്ട്. സോ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഇൻഡെക്സ് ഫയൽ. ഈ ഇൻഡെക്സ് ഫയലിന് 2 ഫീൽഡുകളുണ്ട്. ഇതാണൊരു ഫീൽഡ്, ഇതാണൊരു ഫീൽഡ്. 2 ഫീൽഡുകളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അത് ഓരോന്നും എന്താണെന്നാണ് പറയുന്നത്? സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കീ പാരാമീറ്റർ ഇല്ലേ, അതായിരിക്കും നമ്മുടെ ഇൻഡെക്സിൻ്റെ ആങ്കർ അല്ലെങ്കിൽ ബ്ലോക്ക് ആങ്കർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൈമറി കീ വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇതിനകത്ത് മെയിൻ കോൺസെപ്റ്റ്. അപ്പോൾ ഇയാൾ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ബ്ലോക്കിലേക്ക് നമ്മൾ റെഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ റെഫർ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വാല്യൂ എന്താണ്? പോയിന്റർ. ഓക്കെ, അപ്പോൾ ആരെയാണ് ഇവിടെ പോയിന്റ് ചെയ്യുന്നത്? ബ്ലോക്കിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. കാര്യം നമുക്ക് ഓരോ ബ്ലോക്സിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആക്സസ് കിട്ടേണ്ടത്. ആ ആക്സസ് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബ്ലോക്കിനകത്താണ് നമ്മുടെ റെക്കോർഡ്, നമ്മുടെ ഡേറ്റ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ബ്ലോക്കിനെ അഡ്രസ്സ് ചെയ്യുന്ന പോയിന്ററിനെ വിളിക്കുന്ന പേരെന്താണ്? ബ്ലോക്ക് പോയിന്റർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം എന്താണ്? ഇവിടെ നമ്മൾ എല്ലാ സീരിയൽ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സസ് പോയിന്റുകളല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ മെമ്മറിയിൽ എത്ര ബ്ലോക്സ് ഉണ്ടോ ആ എല്ലാ ബ്ലോക്സിനും അഡ്രസ്സ് ചെയ്യാൻ പാകത്തിന് നമുക്കിവിടെ ബ്ലോക്ക് പോയിന്റ് സെറ്റ് ആയിരിക്കണം. ഓക്കെ, സപ്പോസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 ബ്ലോക്കുള്ളൊരു ഹാർഡ് ഡിസ്ക് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 10 ഹാർഡ് ഡിസ്കിലേക്കും ഉള്ള ആക്സസ് എനിക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഡേറ്റ ഫയലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടേ? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ബ്ലോക്ക് പോയിൻറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആ ബ്ലോക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഓരോ റെക്കോർഡ്സിനെയും ഹാൻഡിൽ ചെയ്യുന്ന ബ്ലോക്കിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഓരോ റെക്കോർഡ്സിനെയും സ്റ്റോർ ചെയ്തേക്കുന്ന ബ്ലോക്കിലേക്കായിരിക്കും ഈ ബ്ലോക്ക് പോയിൻ്റ് നമ്മളെ അസൈൻ ചെയ്യുന്നത്, നമ്മളെ നാവിഗേറ്റ് ചെയ്യിക്കുന്നത്, നമ്മളെ ഡയറക്റ്റ് ചെയ്യിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു സീരിയൽ നമ്പർ വാല്യൂ ഈ കറസ്പോണ്ടിങ് ബ്ലോക്കിലുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ബ്ലോക്ക് ആങ്കർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി കീ വാല്യൂ ആയിട്ടോ നമുക്ക് ചൂസ് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ? ബ്ലോക്ക് 1 നിന്ന് 1, 2, 3 ഉണ്ട്. അതിൽ ആര് വേണമെങ്കിലും എന്താകാം? നമ്മുടെ ആങ്കർ പോയിൻ്റ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി കീ വാല്യൂ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഒരു ബ്ലോക്ക് ആങ്കർ ഉണ്ട്, ഒരു ബ്ലോക്ക് പോയിന്റർ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി കീ വാല്യൂ, ബ്ലോക്ക് ആങ്കർ എന്നൊക്കെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്രൈമറി കീ വാല്യൂ ഉണ്ടായിരിക്കും ഇൻഡെക്സ് ഫയലിൽ. രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്ലോക്ക് പോയിന്റർ ആയിരിക്കും. അത് പോയിന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ, നമ്മുടെ ഹാർഡ് ഡിസ്കിൽ, എവിടെയാണോ നമ്മുടെ ഡേറ്റ റെക്കോർഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ബ്ലോക്ക് പോയിന്റർ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് പോയിന്റർ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ?
ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ ഈ ഫസ്റ്റ് ബ്ലോക്കിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആങ്കർ വാല്യൂസ് അല്ലെങ്കിൽ ബ്ലോക്ക് ആങ്കേഴ്സ് ആയിട്ട് നമുക്ക് 1 2 3 വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് 1 ആണ്. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോകുന്ന സമയത്ത് 4 5 6 ഉണ്ട്. അതിൽ നമുക്ക് എന്തെടുത്തു, 4 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോകുന്ന സമയത്ത് 7 8 9 ഉണ്ട്. അതിൽ 7 8 9 എന്ത് വേണമെങ്കിലും നമ്മുടെ ബ്ലോക്ക് പോയിൻ്ററായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ബ്ലോക്ക് പോയിൻ്റർ അല്ല, ബ്ലോക്ക് ആങ്കർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി കീ വാല്യൂ ആയിട്ടോ നമുക്ക് ചൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, എല്ലാ ബ്ലോക്കിലേക്കുമുള്ള ആക്സസ് ആര് തരും, ഈ ഒരു ഇൻഡെക്സ് ഫയൽ തരും. ആരാ തരുന്നത്, ഇൻഡെക്സ് ഫയൽ തരും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോട്ട്സ് വായിക്കുന്ന സമയത്ത് ഇവിടം വരെ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് 2 ഫീൽഡുകളുണ്ടെന്ന് അറിയാം. ഒന്നാമത്തത് പ്രൈമറി കീ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റ ഫയലിൻ്റെ പ്രൈമറി കീ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്ന ഫീൽഡ്. നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ ഡിസ്കിൻ്റെ ഡിസ്ക് ബ്ലോക്കിലേക്കാണ് പോയിൻ്റർ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ബ്ലോക്ക് പോയിൻ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ദർ ഈസ് 1 ഇൻഡെക്സ് എൻട്രി ഇൻ ദ ഇൻഡെക്സ് ഫോർ ഈച്ച് ബ്ലോക്ക് ഇൻ ദ ഡേറ്റ ഫയൽ. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ ബ്ലോക്കിലേക്കും ഒരു ഇൻഡെക്സ് എൻട്രി ഉണ്ടായിരിക്കണം. ഓക്കെ, ദർ ഇസ് 1 ഇൻഡെക്സ് എൻട്രി ഇൻ ദ ഇൻഡെക്സ് ഫയൽ ഫോർ ഈച്ച് ബ്ലോക്ക് ഇൻ ദ ഡേറ്റ ഫയൽ. ഓക്കെ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഡിസ്ക് ബ്ലോക്സ് ഇൻ ദ ഓർഡേർഡ് ഡേറ്റ ഫയൽ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഇൻഡെക്സ് ഫയലിനകത്ത്, ഇതൊരു ഇൻഡെക്സ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് ഫയലിനകത്ത് എത്ര റോസ് വരും, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണ്, നമ്മളുടെ ഡേറ്റ ഫയൽ എത്ര ബ്ലോക്കിനകത്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 3 ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 3 ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 എന്തായിരിക്കും എൻട്രീസ് മാത്രമേ ഇൻഡെക്സ് ഫയലിൽ കാണത്തുള്ളൂ. കാര്യം നമ്മളുടെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ബ്ലോക്സ് ഉണ്ടോ അത്രയും ബ്ലോക്സിലേക്ക് വേണം നമുക്ക് പോയിന്റ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് 4 ബ്ലോക്സാണ് നമ്മളുടെ സെക്കൻഡറിയിൽ നമ്മൾ ഡേറ്റ ഫയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും എൻട്രീസ് എവിടെ വേണം, നമ്മുടെ ഇൻഡെക്സ് ഫയലിലും കാണണം. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ, അതായത് ഇൻഡെക്സ് ഫയലിനകത്ത് എത്ര റോസ് ഉണ്ടെന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണ്, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്, അതായത് നമ്മളുടെ ഹാർഡ് ഡിസ്കിനകത്ത് എത്ര ബ്ലോക്കിലാണ് നമ്മൾ ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്തേക്കുന്നത് അത്രയും കൗണ്ടിന് ഈക്വൽ ആയിരിക്കണം നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ, ദ നമ്പർ ഓഫ് ഡിസ്ക് ബ്ലോക്സ് ഇൻ ദ ഓർഡേർഡ് ഡേറ്റ ഫയൽ. ഓക്കെ ആണോ? ഓക്കെ, സോ ഇനി അടുത്ത നമ്മുടെ ഈ ഡേറ്റ ഇൻ ദ ഇൻഡെക്സ് ഫയൽ ഈസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു ബ്ലോക്സ്. അത് നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മളതിനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, സോ ഇനി അടുത്ത വേറൊരു ടേമാണ് നോൺ ഡെൻസ് ഇൻഡെക്സ്. സോ പ്രൈമറി ഇൻഡെക്സ് ഈസ് എ നോൺ ഡെൻസ് ഇൻഡെക്സ്. ഓക്കെ, ഈ ഡെൻസ് ആൻഡ് സ്പാർസ് എന്ന് പറയുന്നത് 2 ടേംസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഫയലിന് എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് ഇൻഡെക്സ് ഫയലിൽ വരുവാണെങ്കിൽ, അതായത് ഇപ്പം നമ്മളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 1000 റെക്കോർഡ്സ് ഉണ്ട്. ആ 1000 റെക്കോർഡ്സിനെയും എവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇൻഡെക്സ് ഫയലിൽ നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്, ഡെൻസ്. അതായത് ഡെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കൂടി അങ്ങനെയല്ലേ, അതായത് ഒരുപാടുണ്ട്, ക്രൗഡഡ് ആയിരിക്കും. അതായത് ഈച്ച് ആൻഡ് എവറി എൻട്രി ഓർ ഈച്ച് ആൻഡ് എവറി റെക്കോർഡ് ഡേറ്റ എൻ്റെ പ്രൈമറി കീ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നോൺ കീ വാല്യൂ ആയിരിക്കും. അത് എവിടെ കാണും, നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് ആങ്കറിനകത്തോ അല്ലെങ്കിൽ പ്രൈമറി കീ വാല്യൂ ആയിട്ടോ കാണും. മനസ്സിലാവുന്നുണ്ടോ? സപ്പോസ് നമ്മൾ ഇതിൻ്റെയാണ് ഒരു ഡെൻസ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, അതിനകത്ത് എത്ര റെക്കോർഡ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫയലിനകത്ത് എത്ര റോസ് വരും, 1000 മസ്റ്റ് ബി ദെയർ. അതാണ് ഡെൻസ് എന്ന് പറയുന്നത്. ഇനി സ്പാർസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു റെഫറൻസ് ആണ് സ്പാർസ് എന്ന് പറഞ്ഞാൽ എല്ലാ എൻട്രീസും കാണത്തില്ല, ചില എൻട്രീസ് മാത്രം കാണും. ഇവിടെ നമ്മുടെ ഈ ചില എന്നുള്ള ടേം റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്, എത്ര ബ്ലോക്സ് ഉണ്ട്, ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് ആണ് എവിടെ വരുന്നത്, നമ്മുടെ ഇൻഡെക്സ് ഫയലിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഡെൻസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി റെക്കോർഡ്, നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എവറി റെക്കോർഡിൻ്റെ റിഫ്ലക്ഷനും എവിടെ വരും, ഇൻഡെക്സ് ഫയൽ വരും. അതേസമയം സ്പാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവറി എൻട്രീസും വരില്ല, കുറച്ച് എൻട്രീസ് മാത്രം വരും. ഓക്കെ, അപ്പം ഈ ഒരു ടേം വായിച്ച് നോക്കിയേ, പ്രൈമറി ഇൻഡെക്സ് ഈസ് എ നോൺ ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു സ്പാർസ് ഇൻഡെക്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ എൻട്രീസും എല്ലാ റെക്കോർഡ്സും 1000 റെക്കോർഡ്സും എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, ഇൻഡെക്സ് ഫയലിൽ നമ്മൾ എഴുതുന്നില്ല. പകരമായിട്ട് നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, എവറി ഡിസ്ക് ബ്ലോക്സിൻ്റെ എൻട്രീസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, എല്ലാ റെക്കോർഡ്സിൻ്റെ എൻട്രീസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അതായത് 1 മുതൽ 1000 വരെ നീട്ടിപ്പിടിച്ച് എഴുതിയ ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, എല്ലാ ബ്ലോക്കുകളെയും അഡ്രസ്സ് ചെയ്യുന്ന ഇൻഡെക്സുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കൺഫ്യൂഷൻ ആവല്ലേ, ഇതിനകത്ത് എവറി ഈച്ച് എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കരുത് ഡെൻസ് എന്ന് പറഞ്ഞ് നോൺ ഡെൻസ് അല്ലെങ്കിൽ സ്പാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി എൻട്രി ഉണ്ടാവും എന്നല്ല മീൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എല്ലാ റെക്കോർഡ്സിനെ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വി ആർ കൺസിഡറിങ് ഓൺലി ദ ബ്ലോക്സ്. ആ ഡിസ്ക് ബ്ലോക്സിനെ മാത്രമാണ്. ആ ഡിസ്ക് ബ്ലോക്കിനെ റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലോക്കിനകത്ത് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് വരുന്നുണ്ട് അല്ലേ.
ഈ ബ്ലോക്കിൽ 3 റെക്കോർഡ്സ് വരുന്നുണ്ട്. ആ 3 പേർക്കും എൻട്രി എവിടെ കൊടുത്തിട്ടില്ല, നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് ഫയൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു ബ്ലോക്കിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എവിടെ കൊടുത്തേക്കുന്നത്, നമ്മുടെ ഇൻഡെക്സ് ഫയൽ കൊടുത്തേക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് വാട്ട്, ഇറ്റ്സ് എ സ്പാർസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പാർസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് കൈൻഡ് ഓഫ് ഡെൻസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ആ ടേംസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ടു റിട്രീവ് എ റെക്കോർഡ്, ഇനി നമുക്കൊരു റെക്കോർഡിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഗീവ് ദ വാല്യൂ ഓഫ് കെ വാല്യൂ, അതായത് നമ്മുടെ ഈ ഒരു പ്രൈമറി കീ വാല്യൂസ്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് 1 ആണെങ്കിൽ ആ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് ബ്ലോക്ക് പോയിൻ്റർ അഡ്രസ്സ് ചെയ്യിക്കും. എന്നിട്ട് ആ ബ്ലോക്കിൽ ഞാൻ പോയി അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡറിൽ ഞാൻ സെർച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 1 2 3 ആണ്. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണ്, 1ലേക്കാണ് എനിക്ക് ആക്സസ് വേണ്ടതെങ്കിൽ 1നെ തന്നെ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ബൈനറി സെർച്ച് ഈസ് പെർഫോംഡ് ഓൺ ദി ഇൻഡെക്സ് ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെർച്ചിങ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, ബൈനറി സെർച്ചിങ് ആണ്. ഓക്കെ, ഇനി നോർമലി ഒരു എക്സാമ്പിൾ വെച്ച് വർക്ക് ഓൺ ചെയ്ത് കാണിച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിൽ അവർ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്, ഒരു പ്രൈമറി കീ ഫീൽഡായിട്ട് മീൻസ് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും ഓരോ ബ്ലോക്കിനെയും അഡ്രസ്സ് ചെയ്യുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ നെയിം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഇൻഡെക്സിൻ്റെ ബേസിസിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഓക്കെ,